നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. മാനവരാശി, അതായത് മനുഷ്യ ജീവിതം കടന്നുപോകുന്ന ജീവിത പ്രശ്നങ്ങളെ ഭാഗവതത്തിലൂടെ നമുക്ക് നോക്കിക്കാണാൻ സാധിച്ചാൽ, അതായത് ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെയും ഭാഗവതത്തിലൂടെ ഒന്ന് നോക്കിക്കാണാൻ സാധിച്ചാൽ നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഭാഗവതത്തിൽ നിന്നും നമുക്ക് എടുക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഭാഗവതം കേൾക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല, അതൊരു വേറെ ഒരു കഥയായി പോവുകയാണ്. ഇന്ന് നമ്മൾ ഭാഗവതം പഠിക്കേണ്ടതൊരു സൈക്കോളജി ബേസ്ഡ് ആയിരിക്കണം. ഈ കാലഘട്ടത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ അന്നത്തെ കഥകളുമായി നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കണം. ഇറ്റ് ഈസ് എ ടാസ്ക്. നമ്മൾ കുറച്ചൊരു ബ്രെയിൻ വർക്ക് നടത്തേണ്ടതുണ്ട്. കാരണം അന്നത്തെ കഥകള്, ഇന്നത്തെ ജീവിതം, ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളത്. അങ്ങനെ നമുക്ക് സാധിക്കുമ്പോൾ ഭാഗവതം നമുക്കുള്ളൊരു മാർഗദർശിയാണ്. ഇറ്റ് ഗീവ്സ് എ വേ, ഇറ്റ് ഗീവ്സ് എ സൊല്യൂഷൻ. ജീവിതത്തിൻ്റെ ഒരു ഉത്തരം തരും. അതാണ് നമുക്ക് ഭാഗവതത്തിലൂടെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ വെറുതെ ഭാഗവതം കേൾക്കാനായി ഇരിക്കരുത്. നിങ്ങളുടെയൊക്കെ ബ്രെയിനിൻ്റെ അകത്ത് ഈ വർക്ക് നടക്കണം. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന, ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും അതിനെന്താണ് ഒരു ഉത്തരം? പല രക്ഷിതാക്കളും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. കല്യാണം നടക്കാത്ത കുട്ടികൾ, കല്യാണം നടന്നിട്ട് പ്രശ്നങ്ങളുള്ളവര്, മക്കളുടെ ജീവിതം ശരിയാവാത്തവര്, മക്കളിലൂടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവര്, ഇങ്ങനെ പല തട്ടിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം തന്നെ നിങ്ങൾ ഹയർ ലെവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചാൻസലർമാരുടെയൊക്കെ പ്രശ്നം ഒരു ഭാഗത്ത് ഇല്ലേ, ഉണ്ടോ ഇല്ലയോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയക്കാരും ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസും തമ്മിൽ എന്നും പ്രശ്നമാണ്. ഈവൻ ഡോക്ടേഴ്സ് പോലും, MD ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ എന്തെങ്കിലും ഒരു കയ്യിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ റോട്ടിൽ കിടക്കുന്നവന്റെ അടി മേടിക്കണം. അങ്ങനെ ഉണ്ടാവാറില്ലേ? മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു അധ്യാപകന്റെ കുത്തേറ്റിട്ടാണ് ഒരു പെൺകുട്ടി ഡോക്ടർ മരിച്ചത്, ഇല്ല? പറയൂ. അപ്പം പല ചാലഞ്ചുകൾ. അതുകൊണ്ടാണ് കുറേ ആളുകൾ സൈലന്റ് മോഡിൽ ജീവിക്കുന്നത്, ഒന്നിലിടപെടില്ല. നിങ്ങളെ നാട്ടിലിപ്പം നടക്കുന്ന വലിയൊരു വിവാദം എവിടെയാണ്? മൂവാറ്റുപുഴയാണോ തൊടുപുഴയാണോ അറിയില്ല. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത്, ഒരു ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ അടുത്താണോ? അത് കോതമംഗലത്ത്. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ജീവിത പ്രശ്നങ്ങളെ ഭാഗവതത്തിലൂടെ നമ്മൾ കാണുമ്പോൾ, അവിടെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഒരു പുതിയൊരു ഭാഗവത സംസ്കൃതി നമ്മൾ രൂപപ്പെടുത്തണം. ഇതുവരെ ഉള്ളൊരു ഭാഗവത സംസ്കാരം ആവരുത് ഇനിയുള്ളൊരു ഭാഗവത സംസ്കാരം. അതായത് നമ്മളെ സംബന്ധിച്ച് ഭാഗവതം എന്ന് പറയുന്നത് ജീവിതവും ഭാഗവതവും. ഹൗ വി കൻ കണക്ട് അവർ ലൈഫ് വിത്ത് ദ ഭാഗവതം. അങ്ങനെ നമുക്ക് സാധിച്ചാൽ ഈ ഭാഗവതം തലമുറകൾക്കെല്ലാം ഒരു വഴികാട്ടിയായി, ജീവിതത്തിൽ പ്രചോദനമായി, പ്രോത്സാഹനമായി, ഊർജമായി, ശക്തിയായി മാറും. വേണോ വേണ്ടയോ? അതോ പഴയ അതേ ഭാഗവതം തന്നെ മതിയോ? ഒരു കാലാനുസൃതമായ ഒരു ബന്ധമുണ്ടാക്കേണ്ടതുണ്ടോ? വേണോ? പറയൂ നിങ്ങൾ. അതാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജോലി. കാരണം നമുക്ക് അടുത്ത തലമുറയിലേക്ക് ഈ ഭാഗവതത്തെ അവതരിപ്പിക്കേണ്ടത് അങ്ങനെയായിരിക്കണം. അപ്പോഴാണ് തലമുറകൾ ഈ ഭാഗവതത്തിനെ
കുറെ കൂടി ആദരവോടെ ബഹുമാനത്തോടെ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു അന്വേഷണാത്മക ബുദ്ധിയോടുകൂടി സമീപിക്കുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഭാഗവതവുമായി യാതൊരു ബന്ധമില്ലാതെ പോയത് കാരണം വെറും കൃഷ്ണകഥകൾ മാത്രം പറഞ്ഞ ഭാഗവതത്തെ നമ്മൾ കഥകളിലേക്ക് ചുരുക്കിപ്പോയി. കഥകൾക്കപ്പുറത്ത് ജീവിതത്തെ കാണാൻ നമ്മൾ പഠിച്ചില്ല. അത് നമുക്ക് ഭാഗവതമായിട്ട് യാതൊരു ബന്ധമില്ലാതെ പോയി. അതിൽ ഈ മുതിർന്നവരൊക്കെ ഉത്തരവാദികളാണ്. നിങ്ങൾക്കതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം കാലാനുസൃതമായി ഭാഗവതത്തെ വിചാരം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ല. നമ്മളതിന് ഒരു മെനക്കെടൽ നടത്തിയില്ല. അതുകൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഭാഗവതവുമായി യാതൊരു കൃഷ്ണകഥ കേട്ടത് കൊണ്ട് എന്താണ്, കൃഷ്ണൻ വന്ന് രക്ഷിക്കുമോ? അതുകൊണ്ട് കുട്ടികൾ നോക്കൂ, വൈകുന്നേരം ഇപ്പം ദീപാരാധനയാണ്, എത്ര കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്? എല്ലാം ട്യൂഷന് പോകുന്ന കുട്ടികളായി മാറി. അതുകൊണ്ടോ ഒരെണ്ണം പറഞ്ഞനുസരിക്കില്ല. കുറെ കഴിഞ്ഞാൽ അവർക്ക് അച്ഛനും വേണ്ട അമ്മയും വേണ്ട. നോക്കൂ നിങ്ങൾ, ആശുപത്രികളിൽ പ്രായമുള്ളവർ കിടക്കുന്നത്. കാരണം അവർക്കൊരു ഹൃദയബന്ധം ഉണ്ടായില്ല. കാരണം നിങ്ങൾക്ക് വലുത് വിദ്യാഭ്യാസം മാത്രമായിരുന്നു. നിങ്ങൾ വൈകുന്നേരം ട്യൂഷന് പറഞ്ഞയക്കുന്നു. എന്നാൽ ഇതിനൊരു ഹൃദയമുണ്ടെന്നും ഹൃദയ താളമുണ്ടെന്നും ആ കുട്ടികൾക്ക് മനസ്സുണ്ടെന്നും അതിൽ വികാരങ്ങളുണ്ടെന്നും വെറും ബുദ്ധി മാത്രം വീർത്താ പോരാ. മനസ്സിന് ശക്തിയില്ലെങ്കിൽ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല. നാളെ ഒരു വിമർശനമോ പരിഹാസമോ ഒരു പരാജയമോ വന്നാൽ ജീവിതം അതോടുകൂടി കഴിഞ്ഞു എന്നെന്തേ നമ്മളാരും മനസ്സിലാക്കാം. അതുകൊണ്ട് ഓരോ കഥയിലും ജീവിതം കാണാൻ സാധിക്കുകയാണ്. കഥകളിലൂടെ ഈ കാലഘട്ടത്തിന്റെ ജീവിതം, ഇതാണ് നമ്മുടെ സന്ദേശം. എന്താ പറഞ്ഞത്? കഥകളിലൂടെ ഈ കാലഘട്ടത്തിന്റെ മനുഷ്യ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക. വേണോ പറയൂ, ചിന്തിക്കൂ നിങ്ങൾ. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഇതാണ് ജോലി, മെനക്കെടണം. അപ്പൊ നമ്മള് ഇനി കാണുന്നൊരു കഥ ദക്ഷയാഗം എന്നൊരു കഥയാണ്. പോപ്പുലറാണ് കേരളത്തിൽ. തലശ്ശേരിക്കടുത്ത് കൊട്ടിയൂർ ക്ഷേത്രം ഈ ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. കഥ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ കഥയിലെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം കഥ പറയാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ദക്ഷൻ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളായിരുന്നു സതി. ദക്ഷൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു സതീദേവിയും ശിവനും തമ്മിലുള്ള അനുരാഗവും പ്രണയവും തുടർന്നുള്ള വിവാഹവും. ഇത്രയും രംഗങ്ങളെടുത്ത് നമ്മൾ ഭാഗവതത്തിൽ നിന്ന്, ദക്ഷന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകണ്ട. ഇന്ന് പല വീടുകളിലും അച്ഛനമ്മമാര് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മക്കളുടെ പ്രേമം. ഒരുപക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത വിവാഹങ്ങളൊക്കെ ഇന്നുണ്ട്. അതിൻ്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇത് പലപ്പോഴും പരിഹരിക്കാൻ പറ്റാതെ അവസാനം മക്കളാണ് ജയിക്കുക. കാരണം അവരൊരു പ്രേമം മുറുകെ പിടിച്ചാൽ അവര് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത അച്ഛന്മാരുണ്ട്. അതിൻ്റെ പേരിൽ ഡിപ്രഷനിൽ പോയ അമ്മമാരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇന്ന് നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ നോക്കൂ, 5000 വർഷം മുമ്പ് ദക്ഷൻ തൻ്റെ മകൾ ശിവനെ ഇഷ്ടപ്പെട്ടതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടായി. എന്നാൽ സതീദേവി അവിടെ ജയിച്ചു. അവസാനം സതീദേവി ശിവനെ സ്വീകരിച്ചു. അത് ദക്ഷന് വലിയ അമർഷമുണ്ടായി. ശിവനോടൊരു വിരോധമുണ്ടായി. ശിവനോടൊരു വെറുപ്പുണ്ടായി. അങ്ങനെയല്ലേ, മകള് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരച്ഛനും അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലേ? പറ്റുമോ? പറയൂ. അപ്പൊ ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? മക്കൾക്ക് വിട്ടുകൊടുക്കണം എന്നാണോ? എല്ലാം
അവിടെയാണ് നിങ്ങളൊക്കെ ഉത്കണ്ഠപ്പെടുന്ന കാര്യം. ഇന്ന് നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത് എന്തുകൊണ്ടാണ് അറിയോ? അപ്പൊ നിങ്ങളുടെ മക്കൾ വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ അത് ജാതി മാറിയുള്ള കല്യാണം, അതൊരു വലിയ വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ യോഗ്യതകളില്ലാത്തവരായിട്ടുള്ള കല്യാണം. MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടി സ്റ്റേഷനറിയിൽ ജോലി ചെയ്യുന്ന ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞാൽ, പ്രേമത്തിന്റെ പേരിൽ കെട്ടിക്കഴിഞ്ഞാൽ, അതൊരു സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ ഇത്തിരി പറയൂ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ചെക്കൻ്റെ കൂടെ പോയി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുമോ? പറയൂ. അപ്പോ ഇവിടെയൊക്കെയാണ് പലപ്പോഴും നമ്മൾ മകളുടെ ഒരു ജീവിതം തകർന്നു പോകുമോ, മകളുടെ ഒരു ജീവിതം അവൾ യോഗ്യതയില്ലാത്ത അർഹതയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ പോകുന്നത്, കുലത്തിനും ഒരു വിഷമം, അവൾക്കും ഒരു വിഷമം, ഇങ്ങനെയൊക്കെയുള്ള ചില ആശങ്കകൾ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ചിലർക്ക് ഈ ജാതി സ്പിരിറ്റ് വളരെ കൂടുതലുണ്ടാവുണ്ടാവും. ചിലവർക്കാണെങ്കിൽ മക്കളെക്കുറിച്ചുള്ള വലിയൊരു സ്വപ്നങ്ങളുണ്ടാവും. ചിലർക്ക് സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇല്ലേ? ഉണ്ടാവൂ ഇല്ലയോ? പല ഘടകങ്ങളുണ്ടാവും. ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഓർക്കുക, മനസ്സിന് ആകർഷണമുണ്ട്. മനസ്സിന് ആകർഷണമുണ്ട്. ചെറുപ്പത്തിലെ ഒരു ആത്മീയ സംസ്കാരമുള്ള കുട്ടികൾ, അതിനാണ് വൈകുന്നേരങ്ങളൊക്കെ നാമം ജപിപ്പിക്കുന്നത്. നിങ്ങൾ ട്യൂഷന് പറഞ്ഞയക്കരുത് ഞാൻ പറയാൻ കാരണം അതാണ്. കാരണം നാമം ജപിക്കുമ്പോൾ അവരിൽ ഒരു ഇൻറ്റ്യൂറ്റീവ് പവർ എന്ന് പറയും, അതായത് ഒരു സിക്സ്ത് സെൻസ്, അവരിലൊരു അല്പം ഒരു ഡീപ്പായിട്ടുള്ള മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കണ്ണ്, അത് കുറച്ച് കൂടുതൽ വരും. അങ്ങനെയുള്ളവരൊരിക്കലും തൻ്റെ സംസ്കാരത്തോട് ചേരാത്ത ഒരാളോട് ഇടപഴകില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഡെയിലി ജപമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വെറുതെ കൊച്ചു വർത്തമാനം, വേണ്ടാത്ത വർത്തമാനം, വീട്ടിലെ പ്രശ്നങ്ങൾ പറയുന്നവരോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കും അറിയാം അവർ ഇതൊരു വലിയ ശല്യമാണ്. നേരെ മറിച്ചൊരു ആത്മീയ ബോധമുള്ള ഒരാളുമായി വേഗം കണക്റ്റഡ് ആവും നമ്മൾ. മനസ്സിലായില്ലേ? അല്ലാത്തവരെ, അതാണ് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിലൊക്കെ ഉള്ള പ്രശ്നം. കണക്ഷൻ ഉള്ളവർ വളരെ കുറവാണ്. കാരണം ഒരാൾ വളരെ ലോവറായി ചിന്തിക്കും, മറ്റൊരാള് വേറൊരു തലത്തിൽ ചിന്തിക്കും. ഈ വൈകുന്നേരങ്ങളൊക്കെ ഒരു നാമജപ സംസ്കാരമുള്ളവർ വേണ്ടാത്ത ഒരു കണക്ഷനിൽ പോയി എന്ന് വെച്ചാൽ ഒരു ആത്മീയത ഇല്ലാത്തവരിൽ കണക്ട് ചെയ്യുന്നത് വളരെ വിരളായിരിക്കും. അതിനെ പറയും ഒരു വൈബ് എന്ന് പറയും, ഒരു കണക്ഷൻ ഉണ്ടാകും. ശരിയാണോ ഞാൻ പറയുന്നത്? ഈ പറയുന്നത് ശരിയാണോ? പറയൂ. അപ്പൊ അങ്ങനെ ഒരു ശീലം നമ്മുടെ കുട്ടികളിലുണ്ടെങ്കിൽ അവര് അർഹതയില്ലാത്തവന്റെ തോളിൽ കൈവയ്ക്കില്ല. അപ്പൊ അവരെ അർഹതയില്ലാത്തവരുടെ തോളിൽ കൈവയ്ക്കാൻ നിങ്ങൾ അവസരം ഒരുക്കി വെക്കുക. അവരുടെ ദൗർബല്യമല്ല, നിങ്ങളുടെ അശ്രദ്ധയാണ് അവരെ വഴിതെറ്റിച്ചത്. നിങ്ങളുടെ ദൗർബല്യമല്ല, അവരുടെ ദൗർബല്യമല്ല, നിങ്ങളുടെ പറയൂ അശ്രദ്ധയാണ്. മനസ്സിലാവേണ്ട നിങ്ങൾക്ക്. അതുകൊണ്ടാണ് കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ എന്തു വരണം? ഒരു നാമജപ സംസ്കാരം. പറയൂ. സന്ധ്യയ്ക്കൊക്കെ ട്യൂഷന് പറഞ്ഞയക്കൂ. അപ്പൊ അവിടെ വല്ല പ്രേമത്തിലും ചെന്ന് പെടുന്നു. നിങ്ങൾ ആ ബുദ്ധി മാത്രമേ നോക്കുന്നുള്ളൂ. ആ കുട്ടിക്കൊരു മനസ്സുണ്ടെന്നും അതിൽ പ്രണയമുണ്ടെന്നും അത് പലരോടും ചില ദുർബല വികാര നിമിഷങ്ങളിൽ കണക്റ്റഡ് ആകുമെന്നൊന്നും നിങ്ങൾ അറിയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ. മനുഷ്യന് ബുദ്ധി മാത്രമല്ല, ഒരു ലെഫ്റ്റ് ബ്രെയിൻ മാത്രമല്ല, മനുഷ്യനൊരു റൈറ്റ് ബ്രെയിൻ മാത്രമല്ല, മനുഷ്യനൊരു മിഡിൽ ബ്രെയിൻ ഉണ്ട്. അതാണ് പരമശിവന്റെ തൃക്കണ്ണ്. അതിൻ്റെ പേരാണ് ഇൻറ്റ്യൂറ്റീവ് ഐ. അതിൻ്റെ പേരാണ് ഇന്റലിജൻസ് ഐ. അതിൻ്റെ പേരാണ് വിവേകത്തിന്റെ കണ്ണ്. അതിൻ്റെ പേരാണ് ഉൾക്കണ്ണ്.
മനസ്സിലാവുണ്ടോ? ഈ കണ്ണ് തുറക്കണമെങ്കിൽ അതിന് നാമജപ സംസ്കാരങ്ങൾ അവർക്ക് പറയൂ ഉണ്ടാവണം. സതീദേവി പരമശിവനിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സതീദേവിയിൽ ആ ഒരു ആത്മീയമായ ഒരു ഉന്നത ഭാവം ഉണ്ടാവണം. അല്ലാത്ത ഒരാൾക്ക് ശിവനുമായി കണക്ട് ചെയ്യാനൊട്ടും എന്താ മിണ്ടാത്തത് നിങ്ങള്? ദക്ഷൻ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ദക്ഷൻ അതുകൊണ്ട് അതിനെ എതിർക്കണം. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആദ്യം ഒരു ആത്മീയതയുടെ ഒരു സംസ്കാരം അവരിൽ ഉണ്ടാക്കി വെക്കണം. ഇന്ന് നമ്മുടെ ഹിന്ദു മതത്തിൽ അത് കംപ്ലീറ്റ്ലി പോയി എന്നുള്ളതാണ്. മുഴുവൻ പോയി എന്ന് പറയാൻ പറ്റില്ല, കുറെ വീടുകളിലുണ്ട്. എന്നാലും ഇപ്പോഴും നല്ലൊരു ശതമാനം അച്ഛനമ്മമാര് സന്ധിക്കും കുട്ടികളെ ട്യൂഷന് പറഞ്ഞയക്കുന്നവരാണ്. ആണോ അല്ലയോ? പറയൂ. എവിടെ നേരെയാവുക? നിങ്ങൾ നോക്കൂ, നല്ല അമ്പലങ്ങളുണ്ട്. പറയുമ്പോൾ നിങ്ങളുടെ ഈ ക്ഷേത്രമൊക്കെ വലിയ ഒരു ശക്തി ക്ഷേത്രങ്ങളായിട്ടാണ് പറയുക. ഇവിടെ വൈകുന്നേരം എത്ര പേര് വരുന്നുണ്ട്? കാലം കൊണ്ടെങ്കിലും ഇവിടെയൊക്കെ വൈകുന്നേരം കുട്ടികൾ വന്നിരുന്ന് ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലേണ്ട ഒരു സംസ്കാരം വാർത്തെടുക്കണ്ടേ? വേണോ വേണ്ടയോ? പറയൂ. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരണം. പറയുമ്പോഴൊക്കെ സിറ്റിയുടെ നടുക്കാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ക്രമേണ കുട്ടികളെ കൊണ്ടുവന്ന് നിങ്ങളൊക്കെ അതിനു വേണ്ടി മെനക്കെടണം, പ്രയത്നിക്കണം. നാളത്തെ തലമുറ രക്ഷപ്പെടണം. അനുഭവസ്ഥനാണ്. അപ്പോ ഇപ്രകാരം ഇവിടെ ദക്ഷൻ സതീദേവിയെ കുറെയൊക്കെ മുടക്കാൻ നോക്കി. പക്ഷെ സതീദേവി ആരെ സ്വീകരിച്ചു? ശിവനെ. ഒരു സുഖമായി ജീവിക്കുന്നു. ഒരു ആത്മീയ സംസ്കാരമുള്ള ഒരു ജീവിതചര്യ സതീദേവിക്കുള്ളത് കൊണ്ട് ശിവന്റെ തപസ്സിനൊപ്പം യാത്ര ചെയ്യാൻ ആർക്ക് പറ്റി? സതീദേവി. നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങളെ കുട്ടികളെ, ഒരു പെൺകുട്ടികളെ പ്രത്യേകിച്ച് ഒരു ആത്മീയമായ സംസ്കാരം, അതായത് നാമജപ സംസ്കാരത്തിൽ വളർത്തണം. കാലത്തെണീക്കണോ, ജപിക്കണം. വൈകുന്നേരവും ജപിക്കുന്നൊരു സംസ്കാരമുണ്ടെങ്കിലല്ലോ ആ പെൺകുട്ടി ആ വീടിനൊരു വെളിച്ചം മാത്രമല്ല, ആ വീടിനൊരു നയിക്കുന്ന ഒരു ഗുരുത്വമുള്ള ആളായി മാറും. വാസ്തവത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല. ഇത് രാഷ്ട്രീയക്കാരങ്ങനെ പറഞ്ഞ് നമ്മുടെ തലയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീ പുരുഷ സമത്വം. ഹിന്ദുമതം ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അത് തെറ്റാണത്. അതൊരു ചതിയാണത്. അതൊരു സ്ത്രീകളോടുള്ള വഞ്ചനയാണത്. പുരുഷന് തുല്യം നിൽക്കേണ്ടവളല്ല സ്ത്രീ, പുരുഷനെ നയിക്കേണ്ടവളാണ് സ്ത്രീ. ഭാരത സ്ത്രീകൾ എന്ന് പറയുന്നത്, ഭാരതത്തിലെ പൂർവികർക്ക് മനസ്സിലായി, സ്ത്രീക്ക് ശരീരത്തിന് മാത്രമല്ല ആകർഷണം, സ്ത്രീക്ക് മനസ്സിനും ഒരു ആകർഷണമുണ്ട്. മനസ്സിനെ ദുർബലമാക്കിയാൽ സ്ത്രീ ഒരു സെക്സ് ടോയ് ആണ്. അറിയാം, പുരുഷന്റെ ആണിന്റെ കാമം തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ ഒരു സ്ത്രീ അനുഷ്ഠാനമുള്ള സ്ത്രീ ആകുമ്പോൾ ആ സ്ത്രീ പുരുഷനെ പോലും നയിക്കാൻ കഴിവുള്ളവളാണ്. അതാണ് ഭാരതത്തിലുള്ള സ്ത്രീകളുടെ മഹത്വം. പാണ്ഡവരുടെ മുന്നിൽ നടക്കുന്ന പാഞ്ചാലി, പാണ്ഡവരെ നയിക്കുന്ന പാഞ്ചാലി. മഹാഭാരത യുദ്ധരംഗങ്ങളില് കൃഷ്ണന്റെ മുഖത്തു നോക്കി സംസാരിക്കുന്ന പാഞ്ചാലിയെ കാണാം. അവസാനമായിട്ട് യുദ്ധം ഒഴിവാക്കാനായിട്ട് ഒരു ദൂതും കൂടി ചെയ്യാണ് കൃഷ്ണൻ. എങ്ങനെങ്കിലും ഈ മഹാദുരന്ത യുദ്ധം ഒഴിവാക്കണം. കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു, ശ്രമിച്ചു നോക്കാം. ഈ യുദ്ധം ഒഴിവാക്കി 5 ഗ്രാമമെങ്കിലും അവർ തന്നാൽ അത് മതി നമുക്ക്. ഒരു ഘോര യുദ്ധം എങ്ങനെങ്കിലും ഒഴിവാക്കാം. കൃഷ്ണൻ കെഞ്ചുന്നു 5 ഗ്രാമമൊക്കെ. അപ്പോഴാണ് ദുര്യോധനൻ പറയുന്നത്,
അറിയാലോ കഥകളൊക്കെ. ഒരു സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്നൊക്കെ ഇല്ലേ, കേട്ടില്ലേ കഥ? അതിനുവേണ്ടി കൃഷ്ണൻ പോവാൻ നിൽക്കുമ്പോ നോക്കണം, കൃഷ്ണന്റെ മുന്നിൽ പാഞ്ചാലി കടന്നു വന്നിട്ട് പറഞ്ഞു, കേശവ കേശം മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേശവ എന്റെ കേശം മറക്കരുത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താന്നുള്ളത്? ദുശാസനൻ മുട്ടിപ്പിടിച്ച് അഴിച്ചിട്ട ആ ദിവസം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് പാഞ്ചാലി. നിന്റെ മാറ് കീറിയ രക്തം, അത് പാഞ്ചാലിയല്ല പറയുന്നത്, ഭീമസേനൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ, ഈ അഴിഞ്ഞു കിടക്കുന്ന മുടി മറക്കരുത്. കൃഷ്ണനോട് പോലും ആജ്ഞാപിക്കാൻ കരുത്തുള്ളവളായിരുന്നു ആര്? അതാണ് ഭാരത സ്ത്രീകള്. എന്നാൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ അവസ്ഥ നോക്കൂ. ഭർത്താവിന്റെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, ഭർത്താവിന്റെ വീട്ടിലുകാരുടെ പീഡനം അനുഭവിക്കുന്ന ദുർബലകളും അവശകളും വിവശകളും. കഷ്ടമായി പോയി. ധർമ്മപത്നി എന്നാണ് സ്ത്രീകളെ വിവാഹത്തിന് ശേഷം വിളിക്കുക. ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ പുരുഷന്റെ പിന്നിൽ നടക്കേണ്ടവളല്ല, പുരുഷന്റെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മുടെ വിവാഹ കത്തുകളിലായാലും ഏത് ചടങ്ങിലായാലും ആദ്യം പേര് വെക്കുന്നത് പുരുഷന്റെ അല്ല. ഒരു കല്യാണത്തിന് ക്ഷണിക്കുമ്പോൾ ആദ്യം വെക്കുന്നത് ആരുടെ പേരായിരിക്കും? ആണിന്റെ പേരാണോ സ്ത്രീയുടെ പേരാണോ? സ്ത്രീകളുടെ പേരാണ്. സ്ത്രീയാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അത് തുല്യായതുകൊണ്ടല്ല, ഒരു പടി മുന്നിലാണ്. സ്ത്രീ പുരുഷനേക്കാളും ഒരു പടി മുന്നിലാണ്. അതുകൊണ്ടാണ് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിതൃദേവോ ഭവ. ഇങ്ങനെയാ തുല്യരാകുന്നത്. കളഞ്ഞു കുളിച്ചു സ്ത്രീകളത്, കളഞ്ഞു കുളിച്ചു നമ്മള്. കേവലം വിദ്യാഭ്യാസം മാത്രമായി. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ ദുരിതവും സ്ത്രീ അനുഭവിക്കുന്നത്. നിൽക്കട്ടെ. അപ്പോ ഇവിടെ ദക്ഷൻ കോപിഷ്ഠനായിട്ടൊക്കെ നടക്കുന്നു. സതീദേവി പരമശിവന്റെ കൂടെ ജീവിക്കുന്നു. അങ്ങനെ സതീദേവിയും പരമശിവനൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അങ്കിരസ് മഹർഷി വര്യന്മാര് ഒരു യാഗം നടത്തുന്നത്. അപ്പൊ യാഗത്തിന് ത്രിമൂർത്തികൾക്ക് സ്ഥാനമുണ്ട്. നമ്മളിപ്പം ഗണപതി ഹോമൊക്കെ ചെയ്യുമ്പം 2 വിളക്ക്, ഗുരുവിനൊരു വിളക്ക് ഇല്ലേ ഒക്കെ വെക്കില്ലേ? എന്നതുപോലെ യാഗത്തിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. അപ്പൊ സ്വാഭാവികമാണ് അവിടെ പരമശിവൻ വന്നേ പറ്റുള്ളൂ. ഈ യാഗത്തിന് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തത് ദക്ഷനുണ്ട്. അപ്പൊ സ്വാഭാവികമാണ് ദക്ഷനെയും ക്ഷണിക്കും. അങ്ങനെ യാഗസ്ഥലത്ത് അങ്ങനെ എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്, ത്രിമൂർത്തികൾ ഇരിക്കുകയാണ്. ദക്ഷൻ, സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന ദക്ഷൻ, ആ നാടിന്റെ പ്രമാണിയായ ദക്ഷൻ, അതുപോലെ തന്നെ ഏറ്റവും വലിയ അധികാരമുള്ള ദക്ഷൻ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ദേവീദേവന്മാരൊക്കെ ഭവ്യതയോടെ എണീറ്റു. ദക്ഷൻ ചുറ്റും നോക്കുകയാണ്. എന്താ നോക്കുന്നത്? ആരൊക്കെയാണ് എന്നെ കണ്ടിട്ട് ബഹുമാനിക്കുന്നത് എന്നല്ല നോക്കുന്നത്. എന്നെ കണ്ടിട്ട് എണീക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എണീറ്റിരുന്നു. 3 പേര് എണീറ്റിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെയാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒരു ആദരണീയനായിട്ടുള്ള ഒരാൾ വന്നാൽ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഒരു വീട്ടിൽ കയറുമ്പം മക്കളുണ്ടാവും, അവിടെ കിടന്ന് തോണ്ടണു. അപ്പൊ അച്ഛനോ അങ്ങനെ ഈ ഗോഷ്ഠിയൊക്കെ കാണിക്കും, എണീക്കടാ എണീക്കടാ എന്ന്. ഒരമ്മത്തിരി കടന്നു പറഞ്ഞു അവനോട്, സ്വാമി വന്നിരിക്കണു, കാല് പിടിക്കുന്നു. ഇത് പിന്നെ കാല് വിടണ്ടേ? കാല് പിടിക്കാനേ അമ്മ പറഞ്ഞുള്ളൂ. ഇവനറിയില്ലേ. പിന്നെ ഞാൻ ചോദിച്ചു, എടാ കാല് വിടുകയെന്ന്. ഇല്ലേ, അമ്മ പറഞ്ഞിട്ടില്ല എന്ന്. കാരണം അമ്മ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ബുദ്ധിമുട്ട് നോക്കൂ നമ്മളെ പോലുള്ളവർക്ക്. അപ്പോ ഇവിടെ ദക്ഷൻ നോക്കുന്നത് തന്നെ കണ്ടിട്ട് ആരെങ്കിലും എണീക്കാത്തവരോ നോക്കുമ്പോൾ ത്രിമൂർത്തികൾ എണീറ്റില്ല. ദക്ഷന്റെ പിതൃസ്ഥാനത്താണ് ബ്രഹ്മാവ്, ദക്ഷന്റെ ആരാധ്യ ദേവനാണ് വിഷ്ണു. അവരെണീക്കില്ല, ഉറപ്പാണ്.
പിന്നെ ഉള്ളത് ആരാണ്? കണ്ണൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മരുവും മാത്രമേ ഉള്ളൂ. ഇപ്പം മരുവന്മാരുടെ കാലല്ലേ ഇല്ലേ? അതുകൊണ്ട് പിന്നെ മരുമകന് ഒരു സ്ഥാനം ഉണ്ടല്ലോ. കാലൊക്കെ മാറിപ്പോ. അപ്പോ മരുമകൻ എന്നെ കണ്ടിട്ട് ഞാൻ ഈ പറയുമ്പോൾ വേണ്ടാത്തതൊന്നും കണക്ട് ചെയ്യരുത്. കാരണം എനിക്കറിയാം പലരുടെയും മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ എന്താ നിങ്ങളൊക്കെ അർത്ഥമാക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും കടന്ന് ചിന്തിച്ചിട്ടില്ല. എനിക്ക് പക്ഷെ നിങ്ങളുടെ മുഖത്തൂടെ വായിക്കാൻ പറ്റുന്നുണ്ട് ബാക്കി പത്രങ്ങള്. ഓക്കെ, അപ്പോ ഇവിടെ പരമശിവൻ എണീക്കാത്തതിൽ പെട്ടെന്ന് ഭാവം മാറി, കോപിഷ്ഠനായി, അങ്ങോട്ട് കലി കയറി. കണ്ണുകൊണ്ട് എണീക്കണ. ശിവനാണെങ്കിൽ ഒക്കൂലാന്ന്. ശിവന് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. വേണ്ടാന്ന് തോന്നിയപ്പോ കണ്ണടച്ച് കളയും. ദക്ഷൻ ഇങ്ങനെ കോപം കൊണ്ട് എണീക്കണാന്നും പരമശിവൻ എണീക്കില്ല. പിന്നെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് ശപിക്കുകയാണ്. ശവം, ശിവനാണത്രേ ശവം. വൃത്തിയില്ല, കുളിയില്ല, ശ്മശാനത്തിൽ പോയി ജീവിക്കുന്ന. കണ്ടില്ലേ ആ ഭൂതഗണങ്ങളെ? കണ്ടാൽ തന്നെ വൃത്തിയുണ്ടാവും. കഷ്ടം, എൻ്റെ ആ സുന്ദരിയായ മകളെ ഇവൻ അടിച്ചു മാറ്റിയല്ലോ, ഇവൻ തട്ടിക്കൊണ്ടുപോയല്ലോ, ആ കുട്ടിയുടെ ഒരു ഭാവി പോയല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ശിവനെ കണക്കറ്റങ്ങോട്ട് ചീത്ത. സാധാരണ നമ്മൾ കേൾക്കാറ്, ശിവന് കോപം വന്ന മൂന്നാമത്തെ കണ്ണ് തുറന്നാൽ പിന്നെ എല്ലാം ഫിനിഷ്ഡ്, ഫയർ എഞ്ചിൻ വിളിക്കേണ്ടി വരും, കത്തിച്ചാമ്പലാക്കി കളയും. എന്നാൽ ഈ ദക്ഷന്റെ വാക്കുകളൊന്നും ശിവനെ ഒരു തരത്തിലും ഇളക്കിയില്ല. ശിവൻ അതൊക്കെ നെവർ മൈൻഡ് അടിച്ചു, കേട്ട ഭാവം നടിച്ചില്ല. കോപിഷ്ഠനായ ദക്ഷൻ ശപിച്ചു കളഞ്ഞു. ഇനി മേലാൽ ഒരു യാഗത്തിനും ശിവന് സ്ഥാനമില്ലാതെ പോട്ടെ. ഒരു ശാപം കൂടി കൊടുത്തു, കൊടുക്കുന്ന വരങ്ങളൊന്നും ഏൽക്കാതെ പോട്ടെ. ശിവനെ ശപിച്ച, മരുമകനെ ശപിച്ച അമ്മായിയപ്പനാണ് ആര്? ദക്ഷൻ. അതുകൊണ്ടാണ് മരുമകൻ പണിയുന്ന പാലൊക്കെ പൊളിയുന്നത്. ആരുടെ ശാപാണെന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്, ഇനിയിപ്പോ സംശയമേ വേണ്ട നിങ്ങൾക്ക്. അപ്പോ ഇവിടെ പരമശിവൻ ദക്ഷനെ അങ്ങോട്ട്, മരുമകനാണോ അമ്മായിയപ്പനെ ശപിച്ചത്? പിന്നെന്താ വായും പൊളി കേട്ടിരിക്കണത്? ശിവനെ ആര് ശപിച്ചു? ദക്ഷൻ ശപിച്ചു കളഞ്ഞു. ഇത് കേട്ട് ശിവന്റെ നന്ദീശ്വര സ്വാമി ആ ദക്ഷനെ ശപിച്ചു. നിനക്ക് അധികം വൈകാതെ ആടിന്റെ തല കിട്ടട്ടെ. ഏതിന്റെ തല? ബസ്തമുഖോ അജിരാതെ, വല്ലാതെ വൈകാതെ നിനക്ക് ആടിന്റെ തല കിട്ടട്ടെ എന്ന് ശപിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും യാഗഭൂമി ശാപഭൂമിയാക്കി. അമ്മായിയപ്പനും മരുമകനും തുടങ്ങിയതാണ്, അങ്ങനെ നല്ലൊരു നാട് ശാപഭൂമിയാക്കി. ഈ തരത്തിൽ അവിടെ നിന്ന് ദക്ഷൻ കോപിഷ്ഠനായി ഇറങ്ങിപ്പോയി. പിന്നീട് യാഗത്തിന് ദക്ഷന്റെ ആവശ്യമില്ല, യാഗം ഗംഭീരമായി നടന്നു. അത് കഴിഞ്ഞ് ശിവൻ തിരിച്ചുപോയി. സതീദേവി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാഗം? അച്ഛനെ കണ്ടില്ലേ? ഓ, അച്ഛനോട് നന്നായിട്ട്. അച്ഛൻ എന്ത് പറഞ്ഞു? സുഖമായിട്ടിരിക്കണം. ഞാൻ ശിവനെ നമസ്കരിക്കുന്ന അവിടേക്കാണ്. ആ സതീദേവിയുടെ അച്ഛൻ പറഞ്ഞ ഒരു വാക്കും ആരോട് പറഞ്ഞില്ല? സതീദേവിയോട് പറഞ്ഞില്ല. ഇന്ന് അങ്ങനെ ഒരു മരുമകനെ കിട്ടുമോ? ഇന്ന് അങ്ങനെ ഒരു മരുമകനെ കാണാൻ പറ്റുമോ? കിട്ടുമോ? ഒരു കുഴപ്പം പറയില്ല, എല്ലാം നല്ലത് പറഞ്ഞു. അച്ഛനോട് നന്നായി സംസാരിച്ചു, അച്ഛന് നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇതാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. യാഗങ്ങളൊക്കെ നിന്നു. കാരണം ഇനി ഒരു യാഗത്തിനും ശിവനെ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും ധൈര്യം ഉണ്ടായില്ല. അപ്പൊ ഈ
ദക്ഷനെ എല്ലാവരും ശപിക്കാൻ തുടങ്ങി. കാരണം ദക്ഷൻ കാരണല്ലേ യാഗം മുടങ്ങിയത്. അപ്പൊ ദക്ഷനൊരു വിചാരം, എങ്കിൽ ഞാൻ തെളിയിക്കും ശിവനില്ലാതെയും യാഗം നടത്താൻ സാധിക്കും. അപ്പൊ ശിവനെ കൂടാതൊരു യാഗം താൻ നടത്തി വിജയിച്ചാൽ ഇനിയുള്ള യാഗങ്ങളിലൊന്നും ആര് വേണ്ട? ശിവൻ വേണ്ട. ഇതായിരുന്നു ദക്ഷന്റെ കണക്കൂട്ടൽ. അങ്ങനെ സ്വന്തം നിലയ്ക്ക് അതിനുള്ള സമ്പത്തും ഐശ്വര്യവും ആളും ശേഷിയും ഒക്കെ ആർക്കുണ്ട്? ദക്ഷൻ അത്രയും കേമനാണ്. ഒരുക്കങ്ങൾ തുടങ്ങി. അതിനുള്ള തയ്യാറെടുപ്പുകളും ദ്രവ്യങ്ങളൊക്കെ ശേഖരിച്ചു. അതിനുള്ള യജ്ഞങ്ങൾ ചെയ്യാനുള്ള ആചാര്യന്മാരെയൊക്കെ സംഘടിപ്പിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു. എന്നാൽ ഒരാളെ ക്ഷണിച്ചില്ല. ശിവനെ പോട്ടെ, ആരെ? സ്വന്തം മകളെ ആര് ക്ഷണിച്ചില്ല? ദക്ഷൻ ക്ഷണിച്ചില്ല. അങ്ങനെ ഒരു വശത്ത് യാഗമൊക്കെ ആരംഭിച്ചു. പക്ഷെ യാഗത്തിന്റെ പ്രധാന ചടങ്ങിൽ ത്രിമൂർത്തികൾ ഇരിക്കണം എന്നാണ്. അതിന് ബ്രഹ്മാവും വിഷ്ണുവും വരണം. പക്ഷെ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു, അങ്ങ് പോണ്ടോ? വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. കാരണം അവിടെ ശിവനില്ലാത്തതുകൊണ്ട് യാഗം പൂർണ്ണാവില്ല. അപ്പം വിഷ്ണു ഭഗവാൻ ക്യാൻസൽ ചെയ്തപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഞാനും ക്യാൻസൽ ചെയ്തു. ദക്ഷൻ ഇവിടെ പൂർണ്ണകുംഭം പിടിച്ച് കാത്തിരിക്കുക. ബ്രഹ്മാവ് ഇപ്പൊ വരും, വിഷ്ണു ഭഗവാൻ ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞു. ഇവരിട്ട് കാണുന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. സതീദേവി അച്ഛന്റെ യാഗവിശേഷങ്ങൾ അറിഞ്ഞ് പരമശിവനോട് പറഞ്ഞു, അച്ഛൻ നേരിട്ട് വന്ന് ക്ഷണിക്കാത്തതേ അവിടുത്തെ തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. എന്ന് മാത്രല്ല, അച്ഛൻ കരുതി കാണും അങ്ങേക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അപ്പം അങ്ങ് ചെല്ലുമ്പോൾ എന്നെയും കൊണ്ടുപോകുന്നു. പാവം സതീദേവി അന്നത്തെ പൊല്ലാപ്പൊന്നും അറിയില്ല, അന്ന് എന്ത് നായാട്ടം അവിടെ നടന്നു എന്നുള്ളത്. സതീദേവിയുടെ വിചാരം യാഗമുള്ളിടത്ത് ശിവൻ പോവും, കൂട്ടത്തിൽ എനിക്കും പോവാം, അച്ഛന്റെ യാഗമാണല്ലോ. ഈ പാവം അതും കാത്തിരിക്കുക. ശിവനോട് പറഞ്ഞു, അപ്പൊ അങ്ങ് തയ്യാറാവുന്നില്ലേ? അങ്ങ് പുറപ്പെടുന്നില്ലേ? യാഗത്തിന് പോകേണ്ട സമയമായില്ലേ? അപ്പൊ പരമശിവൻ പറഞ്ഞു, ദേവി, കാരണം ശിവൻ അങ്ങനെ, കാരണം ശിവനറിയാലോ എന്തിനാ ഇപ്പൊ ഈ യാഗം ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ്. ശിവൻ അങ്ങനെ പോകുന്ന ഒരു ലക്ഷണവും ഇല്ല. ശിവൻ ദേവിയോട് പറഞ്ഞു, ദേവിക്കൊരു വിഷമം തോന്നണ്ട. ചിലവരൊക്കെ വിളിച്ചാൽ പോവാതിരിക്കുന്നത് തടിക്ക് നല്ലതാണ്. ചിലവരൊക്കെ വിളിച്ചാലും പോവാതിരിക്കുന്നത് അവനവന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ദേവി, ഞാൻ ഈ യാഗത്തിനില്ല. ഈ ദേവിക്കൊരു വിഷമം. എന്ത് പറ്റി? സതീദേവി, ഞാനില്ല, എന്നെ നിർബന്ധിക്കണ്ട. അപ്പൊ സതീദേവി ചോദിച്ചു, എന്നാൽ ഞാൻ അവിടുത്തെ ഇഷ്ടം ഭഗവാൻ ശിവൻ മുടക്കിയില്ല. ഇന്നാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മരുമകൻ പറഞ്ഞയക്കോ? നിന്റെ അച്ഛന്റെ സ്വഭാവം കണ്ടിട്ട് പോയിപ്പോരുത്, ഇവിടുന്ന് ഇറങ്ങിപ്പോരുതെന്ന് പറയും ഇല്ലേ? അങ്ങനെ ചെയ്യില്ലേ? ഉണ്ടോ? നീ അങ്ങോട്ട് പോയാ പിന്നെ ഇങ്ങോട്ട് കയറേണ്ടി വരില്ല. അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തും അല്ലെ? കാലം അതല്ലേ. എന്നാൽ ശിവനൊന്നും വേണ്ടിയില്ല. ദേവിയുടെ ഇഷ്ടം, ആസ് യു വിഷ്. സതീദേവി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നന്ദീശ്വര സ്വാമിക്ക് തോന്നി, പാവം ഒറ്റയ്ക്ക് പോയി ഇൻസൾട്ടഡ് ആവണ്ട. ശിവനോട് കാണിച്ച സകല കുനുട്ടും ഈ ദക്ഷൻ ഒരുപക്ഷെ ആരോട് കാണിക്കും? സതീദേവിയോട് കാണിച്ചാൽ അത് താങ്ങാനുള്ള കഴിവ് ദേവിക്കുണ്ടാവില്ല. അതുകൊണ്ട് നന്ദീശ്വര സ്വാമികളും ഭൂതഗണങ്ങളും കൊട്ടും കുരവിയും വാദ്യമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ കൊട്ടൊക്കെ കേട്ടപ്പോൾ ദക്ഷൻ കരുതി ബ്രഹ്മാവും മറ്റും വരികയാണെന്ന്. അവിടെ നിന്ന് ഭയങ്കര ബഹളം, പൂർണ്ണകുംഭം ശരിയാക്കും, അത് ശരിയാക്കും, ഇത് ശരിയാക്കും. ഈ മാലയും പൊക്കയും പൂർണ്ണകുംഭൊക്കെ ഇത് കവാടത്തിലേക്ക് വന്ന് നോക്കുമ്പോ സതിയാ വരുന്നത്. കണ്ടതും കോപം കൊണ്ട് സ്വഭാവം മാറി, കണ്ണൊക്കെ ചുവന്നു. ആ കൂട്ടത്തിലേക്ക് നോക്കുകയാണ്. ആരെ?
ആ വന്ന കൂട്ടത്തിനിടയിൽ എവിടെങ്കിലും ശിവനുണ്ടോന്ന്, എന്നാ പിന്നെ കത്തിയിട്ടുണ്ടാവും അയാള്. ആ ശിവനില്ലാത്തോണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും ഒരു പുച്ഛത്തോടെ, അവജ്ഞയോടെ ആ സതിയെ കണ്ട ഭാവം നടിക്കാതെ, ആര് പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ, ആരാ നിന്നെ വിളിച്ചത്, ഈ ഒരു ഭാവത്തോടെ തിരിഞ്ഞങ്ങോട്ട് നടന്നു. തന്നെ കണ്ടിട്ടും തന്നെ ഇങ്ങോട്ട് ഒരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ആ ദക്ഷൻ നടന്നത് സതിയുടെ നെഞ്ചത്തു കൊണ്ട ഒരു അമ്പ് പോലെ. കാരണം സതി പ്രതീക്ഷിച്ചില്ല അച്ഛൻ ഇങ്ങനൊരു പെരുമാറ്റം തന്നോട് കാണിക്കുമെന്ന്. അപ്പോഴാണ് നന്ദീശ്വര സ്വാമികൾ കഥയൊക്കെ പറഞ്ഞു. ഈ യാഗം സംഘടിപ്പിച്ചു തന്നെ ശിവനെ കരുതിക്കൂട്ടി അവഹേളിക്കാനാണ്, അപമാനിക്കാൻ. ഓ കഷ്ടം! ആ പരമശിവനെ നിന്ദിക്കുന്ന സ്ഥലത്താണല്ലോ ഞാൻ എത്തിച്ചേർന്നത്. ആ പരമശിവനെ അവഹേളിക്കുന്ന ഒരു യാഗഭൂമിയിലല്ലേ എത്തിച്ചേർന്നത്. ഇതൊരു പാപിഷ്ഠയാണ് ഞാൻ. ആ കുറ്റബോധം ദേവിയെ വേട്ടയാടി. ആ ദക്ഷന്റെ അടുത്തേക്ക് ചെന്നു. തന്നെ വിളിച്ചില്ലെങ്കിലും പറഞ്ഞു, എല്ലാവരോടും ദയ കാണിക്കുന്ന, എല്ലാവരോടും കരുണ കാണിക്കുന്ന, എല്ലാ ഭൂതങ്ങളെയും കൈപിടിച്ചുയർത്തുന്ന ആ പരമശിവനെയാണോ അങ്ങ് വെറുക്കുന്നത്? അങ്ങയ്ക്കതിനുള്ള യോഗ്യതയുണ്ടോ? നിന്റെ പുത്രിയായി ഞാൻ ജനിച്ചു പോയത് കഷ്ടം. ഇനി നിന്റെ പുത്രിയായി ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. കത്തി ജ്വലിക്കുന്ന യാഗ അഗ്നിയിലേക്ക്, യാഗകുണ്ഡത്തിലേക്ക് സ്വന്തം ജീവിതം സമർപ്പിച്ചു. ഈ വിവരം ശിവനെ അറിയിച്ചു. നന്ദീശ്വരസ്വാമികളും മറ്റും കോപം കൊണ്ട് താണ്ഡവ ഭാവത്തിലേക്ക് ഉയർന്ന ശിവൻ തൻ്റെ ജടയെടുത്തടിക്കുന്നതും അതിൽ നിന്ന് വീരഭദ്രൻ വരുന്നതും ആ വീരഭദ്ര സ്വാമികളോട് നന്ദീശ്വര ശാപത്തെ നടപ്പിലാക്കാൻ കൽപ്പന കൊടുക്കുക. എന്താ ശാപം? അധികം വൈകാതെ നിനക്ക് ആടിന്റെ തല കിട്ടും. ഒരു കൊടുങ്കാറ്റ് പോലെ നന്ദീശ്വര സ്വാമിയും വീരഭദ്രനും അങ്ങോട്ട് ഓടിയെടുക്കുകയാണ്. ദക്ഷന്റെ യാഗശാലയിൽ കയറി തകർത്ത് തരിപ്പണമാക്കിയല്ല. പണ്ട് ശിവനെ ദക്ഷൻ പരിഹസിക്കുമ്പോൾ ദക്ഷപക്ഷത്ത് നിന്ന് കൂടി പരിഹസിച്ച കുറച്ചു പേരുണ്ട്. ഒരുത്തൻ അന്ന് പല്ലിളിച്ചു കാണിച്ച് ചിരിച്ചിരുന്നു അത്ര ദക്ഷന് വേണ്ടിയിട്ട്. അവന്റെ പല്ല് തട്ടിയെടുത്തു. അതൊരു പ്രത്യേകത ഉണ്ടായി. ഈ വീരഭദ്രൻ തട്ടി ഓരോന്നെടുക്കും. ഇതെല്ലാം നന്ദീശ്വര സ്വാമി അവിടെ കൊണ്ട് ഹോമിക്കും. നോക്കണം, നെയ്യ് ഒഴിക്കേണ്ട ഹോമകുണ്ടത്തില് ഒരുത്തൻ താടി കുലുക്കി ചിരിച്ചു. അവന്റെ താടി പറിച്ചെടുത്തു. ഓം താടിയായ സ്വാഹ, ഒരുത്തന്റെ പല്ലായ സ്വാഹ. ഇങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ എടുത്ത് അന്ന് പരിഹസിച്ചവന്റെയൊക്കെ ഓരോ ഭാഗങ്ങൾ എടുത്ത് ഹോമകുണ്ടത്തിലിട്ട് അങ്ങനെ അവര് ആ ഹോമകുണ്ടം നശിപ്പിച്ചു. അവസാനം ദക്ഷന്റെ തല ആയുധം ഉപയോഗിക്കരുതെന്നാണ് യാഗത്തിന്. തിരിച്ചും പിരിച്ചെടുത്തു. എങ്ങനെ എടുത്തു എന്നറിയില്ല സംഭവം, എന്തായാലും എടുത്തു. അപ്പോ എല്ലാവരും കൂടി പറഞ്ഞു, യാഗയജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ ആ യജമാനൻ പോയാൽ, യാഗത്തിന് മുമ്പ് യജമാനൻ പോയാൽ പിന്നെ അനർത്ഥമായിരിക്കും ആ നാടിന്. അതുകൊണ്ട് ഇവന് പെട്ടെന്ന് തല വെച്ചു കൊടുക്കണം. അപ്പോഴാണ് ആരുടെയോ ഒരാട് അപ്പുറത്തുമ്മേ എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടായിരുന്നു. ആടിന്റെ തലയെടുത്ത് ദക്ഷന്റെ കഴുത്തിൽ വെച്ചു കൊടുത്തു. ആദ്യത്തെ തല മാറ്റി വെക്കൽ ശസ്ത്രക്രിയ. ഇപ്പൊ ഹാർട്ട് മാറ്റി വെക്കലും മുട്ടു മാറ്റി വെക്കലും ഒക്കെ ഉള്ളൂ. കിഡ്നി മാറ്റി വെക്കുക, അതിനൊക്കെ ക്യൂ നിൽക്കണം. കാരണം അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള കിഡ്നിയൊക്കെ കിട്ടണം. ഇവിടെ കിഡ്നിയും മുട്ടും ഒന്നല്ല. എന്താ മാറ്റി വെച്ചത്? തല തന്നെ. ഇനിയിപ്പോ പറയാൻ പറ്റില്ല കാലം എങ്ങോട്ടാ പോണത് എന്നുള്ളത്. കുറെ കഴിഞ്ഞാൽ മനുഷ്യൻ ഏതൊക്കെ അവയവം ഏതൊക്കെ മൃഗത്തുനിന്ന് വരുന്നുള്ളത് ഇല്ലേ. ഇപ്പൊ പഠനം നടത്തുന്നുണ്ട്. പന്നിയുടെ ഹൃദയം ഇപ്പൊ വച്ചു പിടിപ്പിക്കുക എന്നാണ്. ഇനിയിപ്പോ അത് വച്ചു പിടിപ്പിക്കണ്ട, അല്ലാതെ തന്നെ അതിന്റെ സ്വഭാവ മനുഷ്യന്.
പന്നി എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതല്ലേ ഇപ്പൊ മനുഷ്യ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പൊ അതും കൂടി വെച്ചു പിടിപ്പിച്ചാൽ എങ്ങോട്ടാ പോവാന്നറിയില്ല. തമാശയായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഏതായാലും ദക്ഷന് ആടിന്റെ തല കിട്ടിയപ്പോഴാണ് വിവേകം ഉദിച്ചത്. പിന്നീട് അവിടെ നിന്ന് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്, ദക്ഷൻ തന്നെ സ്തുതിക്കുകയാണ്. അത് ഭാഗവതത്തിലെ ഗംഭീരമായൊരു ഭാഗമാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതുമാണ്. അത് 4-ാം സ്കന്ധത്തില് 7-ാം അധ്യായത്തില് 51, 52, 53, 54 ശ്ലോകങ്ങൾ അതിഗംഭീരമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കണം. ഭാരതീയ ദർശനത്തില് ഭാരത ഋഷിവര്യന്മാര് നമ്മളോട് പറയുന്നത് മനസ്സിലാക്കണേ. അതായത് നമ്മൾ കാണുന്ന ഈ വൈവിധ്യതയെല്ലാം പലരും പല ജാതികളിലോ പലതരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതി താഴ്തൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഓരോരുത്തരും നിറത്തിൽ വ്യത്യാസമുണ്ട്, ഓരോരുത്തരുടെയും ഇമോഷണൽ തലങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. ആണോ? അല്ല. ഈ വൈവിധ്യങ്ങളെയൊക്കെ അനാദരിക്കരുത്. ഒരാളെയും നമ്മൾ താഴ്ത്തിക്കെട്ടരുത്. കാരണം എന്താണ്? എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരീയമായ ബോധം, എല്ലാവരുടെ മനസ്സും ഉണർന്നു വരുന്നത് ഒരേ ബോധത്തിൽ നിന്നാണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ദൈവം എന്ന് പറയുന്നതുണ്ടല്ലോ, തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ് മനുഷ്യനിൽ ജാതിയും മനുഷ്യനിൽ എല്ലാവിധത്തിലുള്ള മേലും കീഴൊക്കെ, അതായത് ഉന്നതനല്ലാത്തവൻ എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. എന്നാൽ അടിസ്ഥാനമായൊരു സത്യം മനസ്സിലാക്കിയാൽ ഈ വൈവിധ്യതയെല്ലാം ബാഹ്യതലത്തിലാണ്. എല്ലാവരും ആന്തരികമായി ഇൻ എസൻസ് ആരും ഉന്നതരോ താഴ്ന്നവരോ ഇല്ല. ഉച്ചനീചത്തിന് അവിടെ യാതൊരു പ്രസക്തിയില്ല. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ധാരാളം ദൈവസങ്കല്പങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ടോ? അവിടെയും നമ്മൾ കാണും. ഇപ്പൊ നോക്കൂ, ശിവൻ വലുതായി നമ്മൾ കാണും ശിവക്ഷേത്രത്തില്. കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ കൃഷ്ണനെ നമ്മൾ വലുതായി കാണും. ആണോ? പറയൂ നിങ്ങൾ. മറ്റവരൊക്കെ ഉപദേവന്മാര്. അയ്യപ്പന്റെ അമ്പലത്തിൽ അപ്പൊ ഈ ഉപദേവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കരുത്. അവരൊക്കെ താഴെയുള്ള, ഒരാൾ സുപ്പീരിയർ പവറും മറ്റൊരാൾ ഇൻഫീരിയർ പവറും ഉള്ള ആളാണ്. ഇവിടെ സുപ്പീരിയർ ഇൻഫീരിയർ ഒന്നും ഇല്ല. ഈ ദൈവസങ്കല്പങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഭാരതീയ ദർശനത്തിൽ അനേകായിരം ദൈവങ്ങളൊന്നും ഇല്ല. 33 കോടി ദൈവം എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ആ പ്രയോഗത്തിൽ ഒരു തെറ്റുണ്ട്. എത്ര ദൈവമുണ്ട്? അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. എത്ര ദൈവമുണ്ട്? ഒന്നേ ഉള്ളൂ. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് വിവരമില്ല. അരെ, ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദൈവം എന്നുള്ള സങ്കല്പം. ഇതെല്ലാം വാസ്തവത്തിൽ പാശ്ചാത്യ സങ്കല്പങ്ങളാണ്. ഒരു ദൈവം, ഏകദൈവം എന്ന് ഇസ്ലാമിൻ്റെ ഒരു സങ്കല്പമുണ്ട്. ഒരു പിതാവ് എന്നത് ക്രിസ്ത്യൻ സങ്കല്പമുണ്ട്. ഭാരതീയരെ സംബന്ധിച്ച് ദൈവം എന്ന വാക്ക്, ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ദൈവം എന്ന വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം. സംസ്കൃത ശബ്ദത്തിന്റെ അർത്ഥം പിടികിട്ടിയാലേ നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള സന്ദേശം മനസ്സിലാവും. അപ്പൊ ദൈവം എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദിവ് എന്ന ഒരു റൂട്ടിൽ നിന്നാണ് ദൈവം എന്ന വാക്ക് വരുന്നത്. ദിവ് എന്ന വാക്കിൽ നിന്നാണ്, ശബ്ദത്തിൽ നിന്നാണ് ദീപം.
ദീപം, പ്രകാശം. അപ്പൊ ദൈവം എന്ന വാക്കിന് ഭാരതീയർ അർത്ഥം കൊടുത്തിരിക്കുന്നത് ആത്മപ്രകാശം എന്നാണ്. ദൈവം ഒരു വ്യക്തിയല്ല, ദൈവം ആത്മശക്തിയാണ്. ആരാണ് ദൈവം? അവർക്ക് പറയൂ. അഖിലാണ്ട മണ്ഡല അണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ. അതാണ് പരമപ്രകാശമാണ്, ആത്മജ്യോതിയാണ്, അന്തർജ്യോതിയാണ്. അതാണ് ദൈവം. അപ്പൊ ദൈവം എന്ന വാക്ക് വ്യക്തിയല്ല, ആത്മജ്യോതിയാണ്. ഏത് ജ്യോതി? ഇനി നിങ്ങൾ പറയൂ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആത്മജ്യോതിയാണോ, ഒരേ ആത്മജ്യോതിയാണോ? ആ വാക്ക് വളരെ വ്യത്യാസമുണ്ട്. ഒരു ആത്മജ്യോതിയല്ല, ഒരേ ആത്മജ്യോതിയിലാണ് എല്ലാവരെയും ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു നെറ്റ്വർക്കിലാണ്. ഈ ഗ്ലോബ് മുഴുവൻ പരസ്പരം ഒരു കാന്തിക വലയത്തിലാണ്. പരസ്പരം ഒരു റേഡിയേഷൻ ഉണ്ട്. അതിന് ഒരു കാന്തികമായ കണക്ടിവിറ്റി ഉണ്ട്. ഇന്നിപ്പോ നമുക്ക് മനസ്സിലാവും വൈഫൈ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇല്ലേ? ഉണ്ടോ? പറയൂ. ഈ ദർശനം ഭാരതീയർ പണ്ടേ മനസ്സിലാക്കിയിരുന്നു. ആരും ഇവിടെ സുപ്പീരിയറും ആരും ഇവിടെ ഇൻഫീരിയറുമല്ല. എല്ലാവരും ഒരേ നൂലിൽ ചേർത്ത് കോർത്ത മുത്തുകളാണ്. മുത്തിന് ചിലപ്പോൾ നിറവ്യത്യാസങ്ങൾ വരാം, പക്ഷേ എല്ലാറ്റിലൂടെയും കടന്നു പോകുന്ന നൂല് ഒന്നാണ്. സൂത്രേ മണികണ ഇവ. 5000 വർഷം മുമ്പ് എഴുതി വെച്ച വരികളാണ്. സൂത്രേ മണികണ ഇവ. ഒരേ സൂത്രത്തിൽ ഒരേ നൂലിൽ കോർത്തിരിക്കുന്ന വ്യത്യസ്ത നിറങ്ങളുള്ള മണികളാണ് ഈ വൈവിധ്യം. അവിടെയാണ് നമുക്ക് 2 ബുദ്ധി വേണം. ഒന്ന്, നമ്മൾ സ്ഥൂല ബുദ്ധി കൊണ്ട് രൂപങ്ങളെ കണ്ടോളൂ. പക്ഷെ സൂക്ഷ്മ ബുദ്ധി കൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ജാതിയുണ്ടോ? ചിന്തിക്കൂ. ശ്വസിക്കുന്ന വായുവിന് ഉച്ചനീചത്വങ്ങളുണ്ടോ? ഉറക്കെ പറയൂ. ഇതുപോലെ ഉള്ളിലുള്ള ചൂടിന് ഉച്ചനീചത്വങ്ങളുണ്ടോ? പറയൂ. ഇതെല്ലാം ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ആത്മജ്യോതിസിനും ഉച്ചനീചത്വങ്ങൾ ഇല്ലെങ്കിൽ അവിടെയല്ലേ മനുഷ്യന് പരസ്പരം ഒരു ബഹുമാനം വേണ്ടത്? ആരെയും നിന്ദിക്കാനല്ല നമ്മൾ വന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ബഹുമാനിക്കാനാണ്. കപിലൻ അമ്മയോട് പറയും, അമ്മേ, അമ്മ കാലത്തെണീക്കുമ്പോൾ മനസാ ഭൂതാനി പ്രണമേ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. നമുക്കിന്ന് നമ്മുടെ സമയം അനുവദിക്കില്ല. നാളെ കാലത്ത് നമ്മൾ കാണും. പ്രഹ്ലാദൻ പഠിപ്പിക്കുന്നൊരു മന്ത്രമുണ്ട്. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഞാനൊന്ന് ചൊല്ലിത്തരാം. നാളെ ഞാൻ ആ കഥയിലേക്ക് കടക്കും. കാരണം നമ്മുടെ സമയം അനുവദിക്കില്ല. ഒന്ന് ചൊല്ലു എല്ലാവരും. യോന്ത പ്രവിശ്യ. ഉറക്കെ പറയണം. യോ അന്തപ്രവിശ്യ. മനസ്സിലാവുണ്ടോ? പറയുമ്പോ അർത്ഥാവോ പലർക്കും? എന്താ അർത്ഥായത്? യോ ഏതൊരു ശക്തിയാണോ എന്നുള്ളതാണ്. അന്തപ്രവിശ്യ. അന്തപ്രവിശ്യ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം. മമ വാചമിമാം പ്രസുപ്താം. പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തി ധരസ്വതാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാന്നമോ
ഭഗവതേ പുരുഷായ തുഭ്യം. ഈ ശ്ലോകം ഒന്ന് പഠിക്കണേ. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രസുപ്തം എന്ന് പറഞ്ഞാൽ സുപ്തം, ഉറങ്ങിക്കിടക്കുന്ന, സുഷുപ്തി, ഉറങ്ങിക്കിടക്കുന്ന വാചം, മനസ്സിനെ ആരാണോ ഉണർത്തുന്നത്, ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മനസ്സിനെ അതേ ബോധം തന്നെയാണ് എല്ലാവരുടെ മനസ്സിനെയും പറയൂ ഉണർത്തുന്നത്. ആ മനസ്സുണരുമ്പോഴാണ് അഖിലശക്തി, എൻ്റെ ശരീരത്തിന് ചലിക്കാനുള്ള ശക്തിയൊക്കെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ ചലിക്കുന്നതിന് കാരണം മനസ്സുണർന്നാലല്ലേ ചലിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? മനസ്സുണരാതെ ആർക്കെങ്കിലും ചലിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? ആ മനസ്സിനെ ഉണർത്തുന്ന ആ അന്തർജ്യോതി ആത്മബോധത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഇതേ ആത്മബോധമാണ് എല്ലാവരുടെ ഉള്ളിലും അവരുടെ മനസ്സിനെ ഉണർത്തുന്നത്. അതുകൊണ്ട് ആരോടും ഒരു വിദ്വേഷം കാണിക്കാൻ എനിക്ക് തോന്നരുത്. ആരെയും എനിക്ക് വേദനിപ്പിക്കാനും വെറുക്കാനും തോന്നരുത്. മനസ്സിലായില്ലേ? അതാണ് ഭാരതീയ ദർശനം. മാ വിദ്വിഷാവഹൈ. ഈ ശ്ലോകം നിങ്ങൾ പഠിക്കണം. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇതൊക്കെയാണ് ഭാരതീയ ദർശനം. ഭാരത സംസ്കാരം ആരെയും വേദനിപ്പിക്കുന്നതോ വെറുക്കുന്നതോ താഴ്ത്തിക്കെട്ടുന്നതോ അല്ല. നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഒരു മഹത്വം ഭാരതത്തിൽ നോക്കൂ. നിങ്ങൾ രാമായണത്തിൽ രത്നാകരൻ എന്ന ഒരാളെ വാത്മീകിയാക്കാൻ ഭാരതത്തിനേ പറ്റുള്ളൂ. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അതുപോലെ തന്നെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ആളാണ് ശബരീദേവി. കാരണം ട്രൈബൽ വിഭാഗമാണ്. ആണോ? ആ ശബരീദേവിയെ ഒരു വലിയ തപസ്സിനെയായി കണ്ട് ഭാഗവതാഢ്യയെ, ഭഗവത് പ്രിയെ, മുനിപ്രിയെ എന്നൊക്കെ രാമൻ വിളിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് രാമായണത്തിൽ കാണാം. ഉണ്ടോ? നമസ്കരിക്കുന്ന രാമൻ ജാതി നോക്കിയോ? പറയൂ. ഗുഹന്റെ ജാതി നോക്കിയോ? സുഗ്രീവന്റെ ജാതി നോക്കിയോ? ഹനുമാൻ സ്വാമിയുടെ ജാതി നോക്കിയോ? പറയൂ. വിഭീഷണന്റെ ജാതി നോക്കിയോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? രാമൻ കല്യാണം കഴിച്ചിരിക്കുന്ന സീതാദേവി പോലും ഭൂമിയിൽ നിന്ന് കിട്ടി വളർത്തിയ സീതാദേവിയാണ്, അല്ലേ? ജനക മഹാരാജാവിന് കിട്ടിയതാണ്. ആണോ? പറയൂ നിങ്ങള്. അപ്പൊ ഇവരൊക്കെ ഒരു ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സംസ്കാരത്തെ കൊണ്ടു നടന്നു. ആത്മീയത എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കാനായിരിക്കണം. അപ്പം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അത് അവനവന്റെ തന്നെ ആത്മനാശത്തിലേക്ക് അവനവനെ എത്തിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കൃഷ്ണനായാലും രാമനായാലും അയ്യപ്പനായാലും എല്ലാ ദേവന്മാരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ജ്യോതിസ് ഒന്നാണ്. അവരിലും ഉച്ചനീചത്വങ്ങളില്ല, മനുഷ്യരിലും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവരുത്. അതാണ് ഭാരതത്തിന്റെ ദർശനം. ഭാരതം പഠിപ്പിക്കുന്നത് സ്വന്തം കൈകളിലേക്ക് നോക്കൂ. ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായാൽ ഇന്നിപ്പോ ഈ ജാതീയതയുടെ പേരുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ജാതീയത ചിന്തിക്കുന്നതുണ്ടല്ലോ, ചിലതിൽ സ്റ്റക്കായവരാണ്. മനസ്സിലാവുണ്ടല്ലോ? ഭാഗവതത്തിൽ പറയും, ഈ 4-ാം സ്കന്ധത്തിലെ 7-ാം അധ്യായത്തിലെ വരിയ ഞാൻ ചൊല്ലുന്നത്. യഥാ പുമാന്ന സ്വാംഗേഷു. ഞാൻ പറഞ്ഞല്ലോ 60, 50, 51, 52, 53-ാം ശ്ലോകമാണ് ഞാൻ വായിക്കുന്നത്. യഥാ പുമാന്ന സ്വാംഗേഷു ശിരപ്പാണ്യാദിഷു കുതിൽ പാരക്യബുദ്ധിം കുരുതേ തഥാ ഭൂതേഷു മത്പര. ഒരുപക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ലളിതമായി പറയുകയാണ്. ശ്രദ്ധിക്കും. അതായത് സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങൾ. അപ്പൊ നമ്മൾ 5 വിരലെടുത്ത് നോക്കിയാൽ തന്നെ ഒരു വിരല് പോലെയല്ല മറ്റൊരു വിരല്. അതിന്റെ നീളത്തിലും വണ്ണത്തിലും ഒക്കെ പറയൂ വ്യത്യാസമുണ്ട്. പക്ഷേ 5 വിരലുകൾ കോർത്തു വെച്ചിരിക്കുന്നത് ഒരു കയ്യിലാണ്, കൈത്തണ്ടയിലാണെന്ന് മറക്കരുത്. വൈവിധ്യങ്ങളൊക്കെ പുറത്ത് മാത്രമേ ഉള്ളൂ.
ആന്തരിക സത്ത എല്ലാവരിലും അവർക്ക് പറയൂ ഒന്നാണ്. ഇതാണ് ഭാരതീയർ പഠിപ്പിക്കുന്ന നാനാത്വത്തിൽ ഏകത്വ ദർശനം. ഈ ഏകത്വ ദർശനം കാണാത്തവര് ഈ വൈവിധ്യം കണ്ട് ഈ ചെറിയ വിരലും തള്ളവിരലും മത്സരിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ ജാതീയതയും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ആത്മീയമായി ഉയരൂ, ആത്മീയമായി ഉയരാൻ ശ്രമിക്കൂ, അല്ലേ? ആണോ അല്ലയോ? ഓരോരുത്തരിലും കഴിവുണ്ട്, വ്യത്യസ്ത കഴിവുണ്ട്. അതിനെ അങ്ങോട്ട് ഉയർത്തൂ. നിങ്ങൾ നോക്കൂ, നല്ലൊരു ഡോക്ടറുടെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? ഇപ്പം നിങ്ങൾ ഇപ്പം ക്യാൻസറിന് ഇന്ന ആളാണ് എക്സ്പേർട്ട്, ഓങ്കോളജി, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. ഇവിടെ ജാതി നോക്കിയിട്ടാണോ പോകുന്നത്? ആണോ? ഇപ്പം വയറിന് പ്രശ്നമാണ്, ഗ്യാസ്ട്രോ എൻട്രോളജി, അപ്പൊ അതിന് എക്സ്പേർട്ട് ഇന്ന ആളാണ്. നിങ്ങൾ ജാതി നോക്കി പോകും. ഓർത്തോൻ ഇന്ന ഡോക്ടറാണ്. അല്ലെങ്കിൽ ഒരു കേസ് വന്നു, ഒരു സിവിൽ സൂട്ടാണ്, ഇദ്ദേഹം വളരെ സിവിൽ എക്സ്പേർട്ടാണ്, നമ്മൾ നല്ലൊരു ലോയർ എടുത്തു പോകും. ആണോ? ജാതി നോക്കിയിട്ടാണോ പോവുക? എന്താ വേണ്ടാത്തത്? നിങ്ങൾ പറയൂ. അവിടെ ഇവിടെ ജാതിക്ക് പ്രസക്തി ഉള്ളത്? അപ്പൊ മനുഷ്യൻ വളരുന്നില്ല. ഈ എന്താണ്, ബാഹ്യതലത്തിൽ ഇരുന്നു കൊണ്ട് ഈ തരത്തിലുള്ള കുനുട്ട് ചിന്തിക്കുകയാണ്. അതിനല്പം ഒരു ആത്മീയത ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ് നമ്മള് നോക്കൂ. ആത്മീയത ഇല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാളെ ബഹുമാനിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വെറുതെ പറഞ്ഞാൽ ബഹുമാനം വരില്ല. മനസ്സിലായില്ലേ? അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ പറ്റിയ പരാജയം. ഞാൻ ഉള്ളത് തുറന്നു പറയാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം കമ്മ്യൂണിസം പലപ്പോഴും ആശയം കൊണ്ട് നല്ലതാണ്. കാരണം കമ്മ്യൂണിസത്തിൽ എപ്പോഴും പറയും സോഷ്യലിസം, പക്ഷെ അവരുടെ പെരുമാറ്റം പലപ്പോഴും വളരെ മോശമായി പോകും. അതുകൊണ്ട് തന്നെയാണ് ആ സംസ്കൃതിയോട് പലർക്കും യോജിക്കാൻ ഇത്തിരി പറയൂ. അപ്പൊ എന്ത് വേണം? ആശയം വലുതായാൽ പോരാ, മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ളൊരു ആണോ അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ? അത് ശരിയാണോ? നിങ്ങൾ നോക്കുക, അയ്യപ്പ സംസ്കാരം തന്നെ എടുത്തു നോക്കിയാൽ മതി. അന്ന് അയ്യപ്പന്റെ ആ ഒരു ക്ഷേത്രത്തില് സ്ത്രീകളെ കയറ്റണമെന്ന് വല്ല തരത്തിലും അത് അപമാനിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? പറയൂ. നിങ്ങൾ കണ്ടില്ലേ അന്നത്തെ ADGP ആയിരുന്ന ശ്രീജിത്ത്, അദ്ദേഹം പോയി അവിടെ നിന്ന് സോപാനത്തിൽ കരയുന്ന രംഗങ്ങളൊക്കെ കണ്ടില്ലേ? ഇപ്പൊ അദ്ദേഹം വലിയ ആത്മീയ പ്രഭാഷകനൊക്കെയാണ്. കഴിഞ്ഞ ഒരു സപ്താഹത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വെച്ചൊരു വലിയ പ്രഖ്യാപനം തന്നെ നടത്തി. എനിക്ക് 2 കൊല്ലത്തെ സർവീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായും ആത്മീയതയിലേക്കാണ് എന്നുള്ളത്. ഞാൻ ഭാരത സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്നതാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണെന്ന്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ വരോ എന്നെനിക്കറിയില്ല. വരണം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ വരുമായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വങ്ങൾ, അബ്ദുൽ കലാം സാറായാലും ശരി, ഈ ശ്രീധരൻ സാറായാലും ശരി, ഞാൻ അത്ഭുതപ്പെടാറ്. ഈ ശ്രീധരൻജിയൊക്കെ ഉണ്ടല്ലോ, മെട്രോച്ച് മാൻ എന്നൊക്കെ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഏർലി ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഞാൻ ഡൽഹി മയൂർ വിഹാർ ഫേസ് 3 അവിടെ സപ്താഹം നടത്തുകയാണ്, ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ. അപ്പം അന്ന് അദ്ദേഹം മെട്രോയുടെ ചെയർമാനായിട്ടിരിക്കുന്ന കാലം അദ്ദേഹം അവിടെ ഒഴിവുള്ള ദിവസം താഴെ വന്ന് ഇരുന്ന്, അവിടെ ചെയറിൽ പോലും ഇരിക്കില്ല, നിലത്തിരുന്നു കൊണ്ട് ഭാഗവതം പഠിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ആലോചിച്ചു, ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും അന്ന് ഈ ഒരു എളിമ, അതായത് ആ വ്യാസപീഠത്തോടെ, എന്നോടുള്ള ബഹുമാനമല്ല, ഇതിനെ പറയുക വ്യാസപീഠം എന്നാ പറയാം. എന്താണ് ആ വ്യാസപീഠത്തോടുള്ള ഒരു ബഹുമാനം? ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. മനസ്സിലായില്ലേ? മറ്റുള്ളവരെ താഴ്ത്താനല്ല, മറ്റുള്ളവരെ നമസ്തേ അഹം തേ നമ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അത് നമുക്ക് എവിടെയോ വിട്ടുപോയപ്പോഴാണ് ഇന്നത്തെ ഈ ജാതീയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഹിന്ദുക്കളുണ്ടല്ലോ, ഒരു പടി ഉയരണം. എല്ലാവരെയും ഒന്ന് മനസ്സുകൊണ്ട് വിനയവും ബഹുമാനവും ഉള്ളവരാവണം. എന്താ വേണ്ടത്? എനിക്ക് തോന്നുന്നു ജാതീയത മാറ്റാൻ ഒറ്റ വഴി അതേ ഉള്ളൂ. എന്താ വഴി? അവർക്ക് പറയൂ. വിനയവും ബഹുമാനവും. ശരിയല്ലേ? ആണോ?
എന്താ നമുക്കൊരു നഷ്ടം വരാൻ പോകുന്നത്? ഒന്ന് പറയൂ നിങ്ങൾ. വല്ല നഷ്ടമുണ്ടോ? ഉണ്ടോ? ഇല്ല. വിനയവും, അവർക്ക് പറയണം, ബഹുമാനം. ഇതുകൊണ്ട് നമുക്ക് ജാതീയ ചിന്തയിൽ നിന്നും മാനവരാശിയെ ഉയർത്തിയാൽ ഒരു വിദ്വേഷമില്ലാതെ, ഒരു അകൽച്ചയില്ലാതെ നമുക്ക് പോകണം. കാരണം നമ്മളിലെ ഈ സംസ്കാരം എവിടെയോ നഷ്ടപ്പെടുമ്പോഴാണ് ഇതിനെ ദളിത് പേരിലും മറ്റു പേരിലും മറ്റുള്ളവർ കിടന്ന് ചൂഷണം ചെയ്യുന്നത്. അങ്ങനെ ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിച്ച് നിർത്തി ഇപ്പൊ എന്താ സംഭവിക്കുന്ന അറിയോ? ഇതിൽ മറ്റു ചിലർ അവര് മുതലെടുപ്പ് നടത്തുന്നു. അതാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. അതായത് ഒരു കഥ കേട്ടില്ലേ നിങ്ങൾ? ഒരു ചെന്നായി ഒരിക്കല് 2 ആടുകളെ പറഞ്ഞ് തെറ്റിപ്പിച്ച് അവര് തമ്മിൽ മുട്ടി. അപ്പൊ ഈ ചെന്നായിയുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഇവര് തമ്മിൽ മുട്ടുമ്പോൾ തലകൾ കൂട്ടിയിടിക്കുന്ന സമയത്ത് ചോര തെറിക്കും, ഇത് താഴെ വീണാൽ തനിക്കത് നക്കി തുടച്ച് കുടിക്കാം എന്നൊക്കെയാണ്. പക്ഷേ ആ ബോധം ആർക്ക് വന്നു? ഇത് നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണെന്നുള്ളൊരു ബോധം ആർക്ക് വന്നു? ആടുകൾക്ക് വന്നു. ആടുകൾ അങ്ങോട്ട് ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോഴാണ് ചെന്നായി നേരെ രക്തം കുടിക്കാൻ നിൽക്കുന്നതും അവസാനം 2 തലയും വന്ന് ചെന്നായിയുടെ പണി തീർത്തു കൊടുത്തു. ഹിന്ദുവിനും ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ ആരെയും നശിപ്പിക്കാനല്ല, പക്ഷെ നമ്മളെ വേർപിരിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. ഒരു വലിയ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴി ഇതാണ്. എന്ത്? ജാതീയത പറയുന്ന ലോകത്തിൽ നാം വിനയവും ബഹുമാനവും കൊണ്ട് നടന്നാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ, നമ്മളെ വേർപ്പെടുത്താൻ, നമ്മളെ അകറ്റി നിർത്താൻ, നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരാൾക്കും, അവർക്ക് പറയൂ, സാധ്യമല്ല. വേണ്ടതാണോ? ഇതല്ലേ അതിനുള്ളൊരു പരിഹാരം? അല്ലാതെ ജാതീയത നമുക്ക് മാറ്റാൻ പറ്റുമോ? പറയൂ. ഈ തള്ളവിരലിനെ ചെറിയ വിരലാക്കാൻ പറ്റുമോ? ചെറിയ വിരലിനെ നടുവിരലാക്കാൻ പറ്റുമോ? ഓരോ വിരലിനും അതിൻ്റെ സ്ഥാനങ്ങളുണ്ട്. ഓരോ വിരലിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, ഇല്ലേ? കാതൊന്ന് ചൊറിയണം എന്നുണ്ടെങ്കിൽ ചെറിയ വിരൽ തന്നെ വേണം. ഇപ്പോഴല്ലേ ബ്രഷൊക്കെ വന്നത്. അല്ലെങ്കിൽ ഏത് വിരല് വേണം? ചൂണ്ടുവിരൽ വേണം. ഇപ്പോഴും വോട്ട് ചെയ്യണമെങ്കിൽ ഏത് വേണം? ചൂണ്ടുവിരലല്ലേ മഷി ആണോ? തമ്പ്. ആധാരങ്ങളൊക്കെ ഒപ്പിടണമെങ്കിൽ ഏത് വേണം? ആധാരത്തിലൊക്കെ ഒപ്പിടുന്നത് ഉരുട്ടില്ലേ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട്? ഏത് വിരല്? തള്ളവിരല്. ഇങ്ങനെ ഓരോ വിരലിലും അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. കല്യാണം കഴിക്കാൻ മോതിരമിടാൻ മോതിര വിരല് വേണം. ഇപ്പോഴും ചടങ്ങുകൾ. അതിന് മാത്രമല്ല, മരിച്ചു പോയാൽ അവർക്കുള്ള ക്രിയകൾ ചെയ്യാൻ, ഇല്ലേ, മോതിര വിരലിലല്ലേ മോതിര പവിത്രം ധരിക്കുക ആണോ? പൂജ കാര്യങ്ങൾക്കൊക്കെ പവിത്ര മോതിരം ധരിക്കുന്നതൊക്കെ വിരൽ. ഓരോ വിരലിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങൾ ഉള്ളതുപോലെ സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള, എല്ലാവരും കൂടിച്ചേരണം. പക്ഷേ എല്ലാവരും ഒരേ സത്യത്തിൻ്റെ വൈവിധ്യമായ രൂപങ്ങളാണ്. ഒരേ സൂര്യരശ്മിയിൽ 7 വർണ്ണങ്ങൾ ഇരിക്കുന്ന പോലെ, ഒരേ ശബ്ദത്തിൽ 7 രാഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പോലെ, സ രി ക മ പ ത നി, ഒരേ ശബ്ദമാണ് എന്നതുപോലെ ഈ വൈവിധ്യത എല്ലാം ഒരേ സത്യത്തിൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണെന്ന തിരിച്ചറിവോടെ വിനയവും, അടുത്ത വാക്ക് മറക്കരുത്, വിനയവും, അവർക്ക് പറയൂ, വിനയവും ബഹുമാനവും പരസ്പരം ഉള്ളവരായി, ആരും ആരെയും അകറ്റി നിർത്താത്തവരായി, ആരും ആരെയും ഉന്നവരെന്നും താഴ്ന്നവരെന്നും കാണാത്തവരായി കാണാനുള്ളൊരു വിവേകം നമുക്കുണ്ടാവട്ടെ. അങ്ങനെ ഒരു സമൂഹം വന്നു കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല.